RJ അഞ്ജലി എന്ന് പറയുന്ന ഒരു RJ ആയിട്ടുള്ള ഒരു കുട്ടി അവരുടെ ഒരു ഫ്രണ്ടും കൂടെ ഒരു പ്രാങ്ക് കോൾ ചെയ്തു. ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ചാർജ് എന്തൊക്കെയാണ്, കയ്യിൽ ഇടുകയാണെങ്കിൽ എങ്ങനെയാണ്, ആണും പെണ്ണും സമമാണ്, പണ്ട് ആണുങ്ങളെക്കാട്ടിലും താഴെയായിരുന്നു പെണ്ണുങ്ങളുടെ ഒരു സാമൂഹിക നിലവാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു പൊതുസ്ഥലത്തിൽ ഇപ്പോൾ ഭർത്താവ് ഇരിക്കുകയാണെങ്കിൽ ഭാര്യ കൂടെ ഇരിക്കില്ല, ബഹുമാനം കാരണം സൈഡിൽ നിൽക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് പീരിയഡ് മറ്റേ സമയമുണ്ടെങ്കിൽ അവർ അമ്പലത്തിൽ വരാൻ പാടില്ല, അങ്ങനെ കുറേ അടിച്ചമർത്തലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ കുറേ നല്ലവരായ പണ്ടത്തുള്ള ആൾക്കാർ കുറേ കാര്യങ്ങൾ ചെയ്തു. പിന്നെ കുറേ എന്തു പറയാനാ, ഈ മീഡിയ കൊണ്ട് പിന്നെ വേറെ എന്തോ ഒരു അദൃശ്യമായിട്ടൊരു ശക്തിയുടെ കൈകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ വേണേൽ പറയാം. കാരണം ഇത് കുറച്ച് കാലം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ കണ്ടത്, ഒരു 10 കൊല്ലം 15 കൊല്ലം കൊണ്ടാണ് ഈ മറ്റേ മ്ലേച്ഛമായിട്ടുള്ള തമാശകൾ, അതായത് ഒരാളെ ബോഡി ഷെയിം ചെയ്തിട്ടുള്ള തമാശകൾ, പിന്നെ അല്ലെങ്കിൽ അതൊക്കെ സാധാരണമായിരുന്നല്ലോ. ബോഡി ഷെയിമിങ് ആയിരുന്നു തമാശ എന്ന് പറഞ്ഞാൽ. ഒരു കാലഘട്ടത്തിൽ ബോഡി ഷെയിമിങ് ആയിരുന്നു. അതായത് നിൻ്റെ വയറ് കണ്ടോടാ, നിൻ്റെ കുണ്ടി കണ്ടോടാ, നിൻ്റെ ഇത് കണ്ടോടാ, നിൻ്റെ തല കണ്ടോടാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കളയും. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ അതൊക്കെ വളരെ കൺട്രോൾഡാണ്. ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിച്ച ഭയങ്കരമായിട്ടുള്ള കൈകൾ ആരുടെയാണെന്ന് എനിക്കറിയില്ല. എന്ന് വേണമെങ്കിലും നമ്മൾ പറയുന്നത് നമ്മൾ തന്നെ തീരുമാനിച്ചാണെന്ന്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മൾ തന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ പെണ്ണുങ്ങൾക്കാണ് ഞാൻ പറയാൻ വരുന്ന പോയിൻ്റ് അതാണ്. ഇപ്പോൾ പെണ്ണുങ്ങളുടെ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ ആണുങ്ങളെക്കാട്ടും മേളിലാണ്. ഒരു പെണ്ണ് പോയിട്ട് പറയാണ്, സാറേ അവൻ എന്നെ നോക്കി, അവൻ ഇങ്ങനെ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസാണ്. പിന്നെ പ്രായപൂർത്തിയാവാത്ത പെണ്ണുങ്ങൾ, 17-16 വയസ്സുള്ള പെണ്ണുങ്ങൾ പോയിട്ട് പറയാണ്, സാറേ എന്നെ അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. എങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ചെറുതായിട്ട് കുറേ കേസുകൾ കള്ളത്തരമാണ് കേട്ടോ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറേ കേസുകൾ 90-80% കേസുകൾ. കാരണം ഈ പോക്സോ കേസ് എന്ന് പറയുന്ന കേസുകൾ, ഒരുപാട് കേസുകൾ റിപ്പോർട്ടാവാതെ പോകുന്നുണ്ട് എന്നാണ് സർക്കാരിന് തന്നെ അറിയാവുന്ന കാര്യമാണ്. പോലീസിനും സർക്കാരിനും അവർ ഒരുപാട് ക്യാമ്പയിനൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ വന്ന് നിങ്ങൾ ഇങ്ങനെ ഇരയാക്കപ്പെട്ടെങ്കിൽ നിങ്ങൾ വന്ന് ഉള്ള കാര്യം പറയണം എന്ന് പറഞ്ഞാൽ അവർ പറയാറുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു സിറ്റുവേഷനിൽ പോയിട്ട് പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുക, പിന്നെ പോലീസുകാരുടെ ചോദ്യങ്ങൾ, പോലീസുകാരിയായാലും പോലീസുകാരനായാലും ആരൊക്കെ ആണെങ്കിലും ഈ വക ചോദ്യങ്ങളൊക്കെ അതിനുള്ള മറുപടി പറയുക, അതൊക്കെ ഒരു പെൺകുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയായിട്ട് ഒരുപാട് കുറഞ്ഞ നമ്പറിലുള്ള കേസുകളെ നമ്മുടെ മൊത്തം നാട്ടിൽ, ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. പിന്നെ കുറേ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിലും കേരളത്തിലും ആന്ധ്രയിലും മറ്റേ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും എവിടെയായാലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ 90% കേസുകൾ ഫേക്കാണ് എന്നുള്ള ഒരു നിഗമനത്തിലൊക്കെ പോലീസിൻ്റെ അന്വേഷണം പോകുമ്പോൾ അവരിങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ സമയത്താണ് ഞാൻ ആലോചിക്കുന്നത്, ആണും പെണ്ണും സമമാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞു വച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആണിനെക്കാട്ടിലും പെണ്ണൊരു പടി മേളിലാണ്. നമ്മൾ ഇത് കൊടുത്ത് അതായത് ഇത് നമ്മൾ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതിൽ പ്രശസ്തിയില്ല. നമ്മൾ അവർക്ക് അംഗീകാരം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ആരൊക്കെയോ ഇത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അവർക്ക് ഏത് അമ്പലത്തിൽ വേണേൽ പോവാം, അവർക്ക് എവിടെ വേണേൽ വരാൻ പോവാം എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാലും അതിൽ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ അലോചകം തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പെണ്ണുങ്ങൾ കാണിച്ചു കൂട്ടുന്നത് തന്നെ. പെണ്ണുങ്ങൾ ഈ അടുത്ത് തമിഴ്നാട്ടിൽ ഒരു റേപ്പ് കേസ് ഉണ്ടായിരുന്നു. അതായത് അണ്ണാ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വലിയൊരു സർവകലാശാലയിൽ അതിൻ്റെ ക്യാമ്പസിൽ തന്നെ ഒരു റേപ്പ് കേസ് ഉണ്ടായിരുന്നു. ആ പെണ്ണ് അവളുടെ ബോയ് ഫ്രണ്ടും കൂടെ അവിടെ വൈകിട്ട് 6 മണിയോ 7 മണിക്കോ കണ്ടിരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാളവിടെ വന്നു, എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുത്തു, ഞാൻ നിങ്ങളെ അങ്ങനെയും ഞാൻ നിങ്ങളെ എങ്ങനെയും എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത്, എന്നിട്ട് ആ പയ്യനെ അടിക്കുകയൊക്കെ ചെയ്ത്, പയ്യൻ ഓടിപ്പോവുകയൊക്കെ ചെയ്തു. പിന്നെ ആ പെണ്ണെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു. ആ കേസ് ആദ്യം പുറത്ത് വന്നപ്പോൾ ആൾക്കാർ ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഈ പെണ്ണ് എന്തിന് ആ സമയത്തിൽ ആ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു മറവിൽ പോയി ഇരുന്ന് എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. പിന്നെ കോടതിയിൽ നിന്നുള്ള ഒരു പ്രഷർ പോലെ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്കങ്ങനെ ചോദിക്കാനുള്ള അധികാരമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണിനോ ഒരാണിനോ എവിടെ വേണേൽ ഇരിക്കാം, എവിടെ വേണേൽ പോവാം, എവിടെ വേണേൽ വരാം, അതാണ് സ്വാതന്ത്ര്യം, അതാണ് ഡെമോക്രസി, അതാണ് ഫ്രീഡം എന്ന് പറഞ്ഞുള്ള ഒരു സംഭവമൊക്കെ വന്ന് അത് അങ്ങനെ പോയി. പക്ഷേ ആൾക്കാർ സാധാരണ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവളുടെ ഈ ഡ്രസ്സ് കാരണമല്ലേ അവളെ ഇങ്ങനെ കളിയാക്കുന്നത്, നിന്നെയൊക്കെ കളിയാക്കുന്നുണ്ടോ, നമ്മുടെ വീട്ടിലുമില്ലേ പെണ്ണുങ്ങളിങ്ങനെ നല്ലപോലെ ഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് നമ്മുടെ നടിമാരെയൊക്കെ അങ്ങനെ കളിയാക്കാറുണ്ട് അവരുടെ ഡ്രസ്സിങ് കാരണം. ആർക്ക് വേണേൽ എന്ത് ഡ്രസ്സ് വേണേൽ ചെയ്യാം എന്നുള്ള ആ ഫ്രീഡമൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളിങ്ങനെ ആലോചിക്കുമായിരിക്കും.
ഞാൻ മറ്റൊരു പ്രാങ്ക് കോളിൻ്റെ കാര്യം പറയാണ്. RJ അഞ്ജലി എന്ന് പറയുന്ന ഒരു RJ ആയിട്ടുള്ള ഒരു കുട്ടി അവരുടെ ഒരു ഫ്രണ്ടും കൂടെ ഒരു പ്രാങ്ക് കോൾ ചെയ്തു. ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ചാർജ് എന്തൊക്കെയാണ്, കയ്യിൽ ഇടുകയാണെങ്കിൽ എങ്ങനെയാണ്, കാലിനിടുകയാണെങ്കിൽ എങ്ങനെയാണ്, പിന്നെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം പറഞ്ഞിട്ട് അവിടെ ഇട്ട് തരാണെങ്കിൽ എങ്ങനെയാണ്, എത്രയാണ് ചാർജെന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണുള്ള മെഹന്തി ആർട്ടിസ്റ്റ് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. അപ്പോൾ ഈ ഒരു തമാശ ഒരു ആൺ ഇൻഫ്ലുവൻസർ ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ അവനെതിരെ ഇപ്പോൾ സ്ത്രീ കമ്മീഷനുണ്ടല്ലോ, അവർ കേസ് കൊടുക്കുക അല്ലെങ്കിൽ കോടതി സ്വമേധയാ കേസ് എടുക്കുക അങ്ങനെ വല്ലതുമൊക്കെ ചെയ്തിട്ട് ആ പയ്യൻ ഇപ്പോൾ അകത്ത് പോയാൽ വളിയെന്നോ എന്തോ പറഞ്ഞതിനാണ് തൊപ്പിന്ന് പറയുന്നവൻ അകത്ത് പോയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ വാക്കുകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് വലിയൊരു സംഭവമാക്കി അതൊരു ഇഷ്യൂ ആക്കി നമുക്ക് ഇഷ്ടമില്ലാത്ത കുറേ ഈ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ അകത്താക്കുന്ന പരിപാടിയൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയാണ്. ഇപ്പോൾ ഈ അടുത്ത് ഒരാൾ ബലൂചിസ്ഥാനിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അതൊരു പ്രശ്നമായതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വേറെ ടോപ്പിക്കാണ്, ഇത് വേറെ ടോപ്പിക്കാണ്. എന്നാലും ചെറിയ കാര്യങ്ങൾ അതിൽ കയറി പിടിച്ചിട്ട് നമ്മളത് വലിയ ഇഷ്യൂ ആക്കാറുണ്ട്. പക്ഷേ വലിയ വാക്കുകൾ ചില ആൾക്കാർ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അതിനുള്ള ലൈസൻസ് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേടൻ ഒരു 2 ദിവസം മുമ്പേ പറഞ്ഞു ജയ് ശ്രീറാം എന്നുള്ളത് ഞാനത് കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊല്ലുന്നതിന് മുമ്പാണ് എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ തെറി വന്നിട്ട് നീ ഏതവനാടാ, നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ, നിനക്കുണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കുറേ ഊളന്മാർ വന്നിട്ട് വേടനെ സപ്പോർട്ട് ചെയ്തിട്ട് പോയി. എടാ നിങ്ങൾ വേടനെ സപ്പോർട്ട് ചെയ്തോ, പക്ഷേ ഞാൻ എന്താ പറഞ്ഞതെന്നും കൂടെ കേട്ടിട്ട് ആ വീഡിയോ കേട്ടിട്ട് വേണം നിങ്ങൾ വേടനെ വേണ്ടിയിട്ട് പൊക്കി പിടിച്ച് നടക്കുന്നത്, കൊടി പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം. അല്ലാതെ ചുമ്മാ വന്നിട്ട് വളവളാന്ന് കമൻറ്റ് എഴുതി വിട്ടിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ യൂട്യൂബ് അടിച്ച് കളയും. പിന്നെ അതിനകത്ത് തോന്നുന്നത് എനിക്കൊരു വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. എനിക്കതൊരു അംഗീകാരമായിട്ടാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞ കാര്യം കൊള്ളേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുകയും അതെനിക്കൊരു സന്തോഷമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഈ 2 പെണ്ണുങ്ങൾ RJ അഞ്ജലിയും ഈ ഒരു കൂട്ടുകാരിയും കൂടെ ഈ വിളിച്ചു പറഞ്ഞ ഈ അധിക്ഷേപം, തെണ്ടിത്തരം, തൊട്ടിത്തരം എന്താണ്? പ്രാങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതിപ്പോൾ ഒരു ട്രെൻഡായിട്ടോ. ഈ എന്തോ അല്ലബാദിയയോ എന്തോ ഒരുത്തനില്ലേ, റൺവീർ അല്ലബാദിയ എന്ന് പറഞ്ഞ ഒരുത്തൻ ബിയർ ബൈസപ്സ് എന്ന് പറഞ്ഞൊരു അവൻ്റെ എന്തോ ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവന് ഇന്ത്യാസ് ഗോട്ട് ലാറ്റൻറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ നമ്മുടെ മലയാളി ഒരു പെണ്ണിനെ കളിയാക്കി 100% ലിറ്ററസി സാർ എന്നും പറഞ്ഞുകൊണ്ടൊരു സർദാർജി പറഞ്ഞു. അവനെ കയറി പിന്നെ കുറേ തുരുതുര കേസായിരുന്നു. അവിടുന്ന് ഇവിടുന്നൊക്കെ അസാമിൽ നിന്നും മേഘാലയയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ അവനെതിരെ കേസായിരുന്നു. അതായത് ഒരു ഷോ നടത്തുമ്പോൾ അതിൽ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അംഗീകാരം കിട്ടും, അതൊരു വൈറലാവും എന്ന് പറയുന്ന ആ ഒരു തൊട്ടി സ്വഭാവം ഇന്നും ആൾക്കാരുടെ ഇടയിലുണ്ട്. അത് എന്നും ഉണ്ടാവും. അത് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. നമ്മൾ ഈ മാറ്റിയ സംഭവങ്ങളുണ്ടല്ലോ, ഈ ബോഡി ഷേമിങ്, പിന്നെ ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ നിർത്തലാക്കിയത് ഈ കൊമേഡിയൻസൊക്കെ ഇപ്പോൾ പാടുവിടാണ്. കോമഡിയിലുള്ള ആൾക്കാരൊക്കെ ചില ആക്ടേഴ്സൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് കോമഡിയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പോൾ. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 90s 2010 വരെ എന്ന് പറഞ്ഞാൽ ഏതൊരുത്തനും കയറി കോമഡി സ്റ്റാർ ആവാം, വേറെ ഒരുത്തനെ കളിയാക്കിയാൽ മതി. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പഴയ ഒരു സ്റ്റാൻഡേർഡായിപ്പോയി. നല്ലൊരു കോമഡി ശരിക്കും അറിയാമെങ്കിൽ, ശരിക്കും പറയാനുള്ള കഴിവുണ്ടെങ്കിൽ അവനൊരു കോമഡി സ്റ്റാർ ആകാൻ പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ വന്ന് വളവള അടിച്ചിട്ട് ഒരുത്തനെ കളിയാക്കി കൊണ്ട് ഒരുത്തൻ കോമഡി സ്റ്റാർ ആവില്ല. പക്ഷേ അത് യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. അത് ചുമ്മാ വന്ന് കളിയാക്കുക. ഈ തൊപ്പി എന്ന് പറയുന്ന ഈ ടീമൊക്കെ എന്ന് പറഞ്ഞാൽ വന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യും. എടാ നിനക്കിതൊന്നും പറ്റില്ല കേട്ടോ, നീ നിർത്തിയിട്ട് വെക്കോ കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര ശരിയാണ്, ഭയങ്കര ലൈക്കും കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ ലൈവിലൊക്കെ. അപ്പോൾ ഈ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നും ഉണ്ട്. അതൊന്നും നിർത്തലാക്കാൻ പറ്റില്ല. ഇത് കുറച്ചാൾ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ബോഡി ഷേമിങ് ജോക്സ് ഒന്നും പാടില്ല എന്നുള്ളത് ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഈ സിനിമാ രംഗത്ത് നിന്നൊക്കെ മാറ്റുമെന്നാണ് തോന്നുന്നത്. പിന്നെയും ഈ ബോഡി ഷേമിങ് പരിപാടിയൊക്കെ തുടങ്ങുമെന്നാണ് തോന്നുന്നത് എനിക്ക്. അതാണെങ്കിലും ഈ പെണ്ണുങ്ങൾ പറഞ്ഞ ഈ അലവലായിത്തരം അത്രയ്ക്കും വലിയ പ്രശ്നമല്ലെങ്കിലും ആ പെണ്ണുങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് ഇത്രയും വലിയ വൈറലാവുകയും ഇതേ സംഭവം ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞ് ഒരു പരിപാടി ചെയ്തിരുന്നെങ്കിൽ അവനെ എന്തൊക്കെ തെറി ആൾക്കാർ വിളിച്ചേനെ എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. എന്ത് പറയാനല്ലേ, ആണും പെണ്ണും സമം, അതായത് ഈ ആണും പെണ്ണും സമം, ആണിൻ്റെ താഴെയാണ് പെണ്ണ്, ആണിൻ്റെ മേളിലാണ് പെണ്ണ് എന്നൊക്കെ ഉള്ള ഈ കൺസെപ്റ്റിന് തന്നെ ഒരു പ്രശസ്തിയില്ല. ആണ് വേറെ പെണ്ണ് വേറെ. ഇത് രണ്ടും രണ്ട് പ്രത്യേക ബോഡി പാർട്സ്. അതായത് പെൽവിസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഹിപ്പിൻ്റെ ഏരിയയിലുള്ള ഒരു ബോൺ തന്നെ വ്യത്യാസമാണ് ആണിനും പെണ്ണിനും. അപ്പോൾ 2 പേർക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആണിന് ചെയ്യാൻ പറ്റുന്നത് പെണ്ണിന് ചെയ്യാൻ പറ്റില്ല, പെണ്ണിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ആണിന് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് ദൈവം അല്ലെങ്കിൽ ഏതോ ഒരു പവർ നമ്മളെയൊക്കെ ഉണ്ടാക്കി ആ പവർ ചെയ്തിട്ടുള്ളത്, നമ്മളെയൊക്കെ പടച്ചു വിട്ടിട്ടുള്ളത് അങ്ങനെയാണ്. അല്ലാതെ ഈ ഉള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ട് ഈ ജഡ്ജ്മെൻറ്റാണ് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ്, ജഡ്ജ്മെൻറ്റാണ്. ഇപ്പോൾ ഒരാൾ വീഡിയോ ഇടാണ് വന്നിട്ട് പറയാൻ നിനക്കൊന്നും പരിപാടി പറ്റില്ല കേട്ടോ, എന്നാൽ ഇയാൾ കിട്ടൂടെ. എന്നാൽ ശരിക്കുള്ള വീഡിയോ എങ്ങനെ ഇടേണ്ടതെന്ന് ഇവനറിയാമോ? അതുമില്ല.
അപ്പോൾ ഒരുത്തൻ പാട്ട് പാടുകയാണ്, പോയിട്ട് പറയാണ് നിനക്കൊന്നും ഈ പണി പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരുത്തനെ കളിയാക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിലുള്ള ഒരു ക്വാളിറ്റിയാണ്. നമുക്കത് എത്ര 100 കൊല്ലം പിടിച്ചാലും അതൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ചിലപ്പം കുറേ കാലം കഴിഞ്ഞ് നമ്മൾ മാറുമായിരിക്കും. നമ്മൾ മാറുമ്പോൾ മറ്റേ യൂറോപ്പും US ഒക്കെ വേറെ രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ പിന്നെ നമ്മൾ ആ രീതിയിലേക്ക് അവരെ ഫോളോ ചെയ്യുകയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കുറേയൊക്കെ അങ്ങനെയാണ് നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ LGBT ഗേ മറ്റേ മാരേജ് അത് ഇത് ഇങ്ങനത്തെ ഉള്ള സെയിം സെക്സ് മാരേജ് അത് ഇതൊക്കെ പണ്ട് ഇന്ത്യയിലില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ അതൊക്കെ കുറേയൊക്കെ അംഗീകരിച്ചു, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ ഈ മറ്റേ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് വരും, നമ്മളത് അംഗീകരിക്കും, നമ്മളതിനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് സ്വയമായിട്ടുള്ള ചിന്താഗതിയും ചിന്താശേഷിയും ഒക്കെ കുറവാണെന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് കൊടുക്കുകയും ചെയ്യും. അവരത് പറഞ്ഞു നടക്കുകയും ചെയ്യും. ഇവന്മാർ കോപ്പി അടിക്കുകയാണ് എന്നുള്ള. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആണും പെണ്ണും സമമാണോ ഇല്ലയോ എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ പ്രശസ്തി ഇല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ, എൻ്റെ ഒരു ഒപ്പീനിയൻ അതാണ്. പിന്നെ ഈ പെണ്ണുങ്ങൾ പറഞ്ഞത് അവർ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തോ ഒരു വളിപ്പത്തരം പറഞ്ഞ്. പക്ഷേ ഇതിലൊരു ചോദ്യം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു രണ്ട് ആണുങ്ങൾ ഈ ഒരു പരിപാടി ചെയ്ത് ഇത് വൈറലായിരുന്നെങ്കിൽ, ഒരു പെണ്ണിനെ വിളിച്ച് ഇങ്ങനെ തോന്നിയാസം പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആണിനെ വിളിച്ച് ആണുങ്ങൾ ആണിനെ വിളിച്ച് തോന്നിയാസം പറഞ്ഞാൽ ചിലപ്പോൾ അതങ്ങനെ പോവായിരിക്കും. പെണ്ണുങ്ങളെ വിളിച്ച് മെഹന്തി ആർട്ടിസ്റ്റ് ഒരു പെണ്ണായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ നമ്മുടെ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. എന്താ അല്ലേ?